ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീക്ക്ലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ ആഴ്ച ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഗോൾഡ് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഗോൾഡ് ഓൾറെഡി ബുള്ളിഷ് തന്നെയാണെന്ന്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ബൈ എൻട്രീസ് ആണ് നോക്കിയത്. ഏകദേശം ഒരു എൻട്രി ആറ്റേ ഞാൻ സെക്ഷനിൽ നിന്ന് ആറ്റേ അത് റിപ്പീറ്റേഷൻ വന്നപ്പോൾ ഒരു സെല്ലാറ്റം നോക്കി, അത് മാത്രമേ നോക്കിയുള്ളൂ. അല്ലാതെ നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല. പ്രൈസ് സ്റ്റിൽ ബുള്ളിഷ് എന്ന് പറയണ വേറെ ഒന്നല്ല. പ്രൈസ് ഏത് സൈഡാണോ നിൽക്കുന്ന, ബുള്ളിഷ് ആയിക്കോട്ടെ ബിയറിഷ് ആയിക്കോട്ടെ, ആ സമയത്ത് റേഞ്ച് നിൽക്കുകയാണെങ്കിൽ ആ റേഞ്ച് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ട്രെൻഡ് എങ്ങാടാണോ അങ്ങോട്ടുള്ള റേഞ്ച് ആയിരിക്കും പ്രൈസ് ബ്രേക്ക് ചെയ്ത് കളയുന്നത്. അതുകൊണ്ടാണ് ബൈ സൈഡാണ് നിൽക്കുന്നതെങ്കിൽ, ബുള്ളിഷ് ആണെങ്കിൽ ബൈ സൈഡ് തന്നെ നിൽക്കാൻ പറഞ്ഞത്. പ്രൈസ് മന്ത് ഓപ്പൺ ചെയ്തു നല്ല ബുള്ളിഷിൽ തന്നെയാണ് നിൽക്കുന്നത് അല്ലെ. വീക്ക് നോക്കിക്കഴിഞ്ഞാലും കഴിഞ്ഞതിന് മുമ്പത്തെ 2 വീക്കായിട്ട് ബിയറിഷ് ആയിരുന്നു. ഈ വീക്ക് പ്രൈസ് ബുള്ളിഷ് ആയിരുന്നു. അത് നമുക്ക് ഡേയുടെ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ അതിന് വളരെ വ്യക്തമായിട്ടുള്ള ആൻസർ ഉണ്ട്. ഒരു ഡേയുടെ ഒരു വീക്ക് ഓർഡർ ബ്ലോക്കിലാണ് പ്രൈസ് വന്നിരിക്കുന്നത്. ഞാൻ വിചാരിച്ചത് ചിലപ്പോൾ ഒന്ന് റിയാക്ട് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത, പക്ഷെ നല്ല ലിക്വിഡിറ്റി ഒക്കെ ബിൽഡ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ നല്ല റിയാക്ഷൻ തന്നു. വിചാരിച്ച ഒരു പ്രോഫിറ്റിലേക്കും പ്രൈസ് എത്തിയായിരുന്നു. ഞാനൊരു 1-2 എൻട്രീസ് നമ്മൾ എടുത്തത്, ഒരു സിംഗ് ട്രേഡ് എടുത്തത് ലാസ്റ്റ് ഡി പി ഇവിടെയാണ് ഇട്ടത്. ഈ ഹൈ ഒന്നും ടാർഗറ്റ് ചെയ്യാൻ നിന്നില്ല. ഇവിടെ ഒരു ഓബി ഉണ്ടായിരുന്നു. ഇത് നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഓബി അല്ല, എന്നാലും ടാർഗറ്റിന് വേണ്ടി വരച്ചിട്ട ഒരു ഓബി ആയിരുന്നു. അതിന് തൊട്ട് മുമ്പുള്ള ഒരു ഹൈയിലായിരുന്നു നമ്മൾ വെച്ചിരുന്ന. കറക്റ്റായിട്ട് ഈ ഒരു മൂവ്മെന്റ് മൊത്തം പ്രോഫിറ്റ് എടുത്ത് മാറാൻ പറ്റി. നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു. ഫസ്റ്റ് പ്രൈസ് വന്നു, റിയാക്ട് ചെയ്തു. സെക്കൻഡ് വന്നു, ലിക്വിഡിറ്റി ഗ്രാബാണ് ചെയ്തിരിക്കുന്നത്. നോക്കിയാൽ നമുക്ക് 4 അവറിലേക്ക് വരാം. 4 അവറിൽ നോക്കിയേ, പ്രൈസ് ഫസ്റ്റ് റിയാക്ഷൻ ഞാൻ ഈ ഒരു ഹൈ ആയിരുന്നു 50 മിനിറ്റിലൊക്കെ പോയിട്ട് വെച്ചിരുന്നു. പക്ഷെ ആ ഹൈ എടുക്കാതെ സെക്കൻഡ് ടാർജറ്റ് ആയിരുന്നു ഇത്. സെക്കൻഡ് ടാർജറ്റ് ഹിറ്റ് ചെയ്യാതെ താഴേക്ക് വന്നു. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിന്റെ ലോ വന്ന് ലിക്വിഡേറ്റ് ചെയ്ത് പോയി. ലോ വന്ന് ലിക്വിഡേറ്റ് ചെയ്തപ്പോൾ നോക്കിയേ, ഡേയുടെ നമ്മൾ 4 അവറിലാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് 4 അവർ നോക്കിയപ്പോൾ നല്ലൊരു IFC ക്യാൻഡിൽ കാണുന്നുണ്ടോ? നല്ലൊരു IFC ക്യാൻഡിൽ വന്നു, ബോഡി ബ്രേക്ക് ചെയ്തു. നെക്സ്റ്റ് ക്യാൻഡിൽ മിറ്റിഗേഷൻ നടത്തി. ഞാൻ ഈ 4 അവറിന്റെ ഇതിൽ വരച്ചിട്ടേക്കണോണ്ട് ഇങ്ങനെ എടുത്തെന്ന് വിചാരിക്കണ്ട. ഞാൻ അവിടെ പോയി നോക്കിയത്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി വരച്ചിട്ടതാണ്. ഇങ്ങനെയൊന്നും അല്ല ട്രേഡ് എടുത്താൽ ഇത്രയും നമ്മൾ SL വെക്കേണ്ടി വരുമായിരുന്നു. നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ പോയി എടുക്കാം, സെക്ഷനിൽ പോയി എടുക്കാം. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പ്രൈസ് പിന്നീടാണെങ്കിലും, നമുക്ക് ഇവിടുന്ന് പ്രൈസ് മൂവ് ചെയ്തിട്ട് പിന്നീടാണെങ്കിലും നമുക്ക് എൻട്രി എടുക്കാം. പല ആൾക്കാരും ഈ സെക്ഷൻ്റെയൊക്കെ എൻട്രി എടുത്തപ്പോൾ ഇതൊന്ന് ഹോൾഡ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു ഈ മൂവ്മെന്റ് കണ്ടിട്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റൂല. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മൂവ്മെന്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു റിസ്ക് നമ്മൾ എടുക്കാനായിട്ട് നിൽക്കണം. ഏകദേശം ഒരു നല്ലൊരു പിപ്പ് മൂവ്മെന്റ് ഈ ഒരു ഏരിയ തന്നെയുണ്ടെന്ന് നോക്കിക്കേ. അപ്പോൾ നോക്കിയാൽ നമ്മൾ സെക്ഷനൊക്കെ ഒരുപാട് നല്ല ട്രേഡ് എടുത്തു. പക്ഷെ ഞാൻ പറഞ്ഞ പ്രീവിയസ് ലോയൊക്കെ തന്നെ ടാർഗറ്റ് ചെയ്യാൻ പറഞ്ഞ ആ രീതിയിൽ തന്നെയാണ് പ്രൈസ് പോയത്. 1 അവറിലാണെന്നുണ്ടെങ്കിലും പ്രൈസ് എക്സ്ട്രീമിലാണ് പോയേക്കണത്. 1 അവറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ വീണ്ടും ലിക്വിഡിറ്റി ഗ്രാബായി. ഇതൊരു ചെറിയൊരു സ്ട്രക്ചർ ആണെങ്കിൽ പോലും ഇവിടെ ബോഡി ബ്രേക്ക് ചെയ്തിട്ടില്ല, വിക്ക് ബ്രേക്കാണ് നടത്തിയത്. നല്ലൊരു കാര്യമാണ്. നമുക്ക് നോക്കിക്കഴിയുമ്പോൾ നല്ല രീതിയിൽ എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു പൊസിഷനാണ്. 50 മിനിറ്റിലാണെന്നുണ്ടെങ്കിലും പ്രൈസ് ബിയറിഷ് ആയിരുന്നു. 50 മിനിറ്റിലും പ്രൈസ് ബിയറിഷ് ആയിരുന്നു. 50 മിനിറ്റിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതൊരു സമയത്താണ് പ്രൈസ് കയറി വന്നിരിക്കുന്നത്. ലോ നല്ല രീതിയിൽ ലിക്വിഡേറ്റ് ചെയ്തു. പിന്നീട് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റിലൊക്കെ പോയിട്ട് ഇവിടെ നിന്ന് ഒരു എൻട്രി എടുക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ എടുത്തതുപോലെ, ഞാൻ വലിയ രീതിയിലത്തെ റിസ്ക് ഒന്നും ഇവിടെ എടുത്തില്ല, പക്ഷെ എടുത്തതുപോലെ തന്നെ അത് അന്ന് TP അടിച്ചു. അപ്പോൾ ഏകദേശം 50 മിനിറ്റിലാണെങ്കിലും പ്രൈസ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നിട്ടുണ്ടായിരുന്നു ബിയറിഷ്. അത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ വരെ മാക്സിമം ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ ഈ ഒരു ഹൈ മാക്സിമം മൂവ്മെന്റ് നമുക്ക് കിട്ടി. നല്ലൊരു പ്രോഫിറ്റും നമുക്ക് കിട്ടിയായിരുന്നു. ഈ വീക്ക് എനിക്ക് തോന്നുന്ന മിക്ക ആൾക്കാരും പ്രോഫിറ്റ് ഷെയർ ചെയ്തതിൽ മിക്ക ആളുകളും ട്രേഡ്സ് കുറവാണെങ്കിൽ പോലും ചില ആൾക്കാർ എടുത്തിരിക്കുന്ന ട്രേഡ്സ് കുറവാണെങ്കിൽ പോലും പ്രോഫിറ്റ് എടുത്തിരുന്നു. കഴിഞ്ഞ വീക്കൊക്കെ ഇവിടെ നിന്ന് ടാർഗറ്റ് എടുത്താൽ ഈ ഹൈ ബ്രേക്ക് ചെയ്യണവരേക്കും പ്രീവിയസ് ഹൈ ടാർഗറ്റ് വെക്കാൻ പറഞ്ഞാൽ എടുക്കില്ല. അങ്ങനത്തെ ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 1.5 മാസമായിട്ട് വലിയ മൂവ്മെന്റ് കണ്ടതുകൊണ്ട് ചെറിയ മൂവ്മെന്റ് എടുക്കുമ്പോൾ വലിയ ടാർഗറ്റ് നോക്കി. പക്ഷെ ഈ ആഴ്ച എല്ലാവരും അതിലേക്ക് ഇണങ്ങി ഈ ഒരു ഏരിയയൊക്കെ ഒരുപാട് ട്രേഡുകൾ, നല്ല ട്രേഡുകൾ എടുത്തിരുന്നു. സെക്ഷൻ്റെ ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞതെന്ന് സെല്ലിലേക്ക് നോക്കാതെ പരമാവധി ബൈയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. എൻ്റെ ട്രേഡിംഗ് ഹിസ്റ്ററിയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാകെ ഏകദേശം 1-2 സെല്ലിലേക്കാണ് ഞാൻ നോക്കിയേക്കണം. ബാക്കി ഒന്നും നോക്കിയിട്ടില്ല. ഇവിടെയൊക്കെ നോക്കി നല്ല ബൈ ഉണ്ടായിരുന്നു. ഇവിടെ ഏഷ്യൻ കഴിഞ്ഞു
ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബൈ എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്കൊരു SL തന്നിട്ടാണ് നമുക്ക് പ്രൈസ് മൂവ് ചെയ്തത്. ഇപ്പൊ നമ്മള് ഒരു അതിന്റെ തലേ ദിവസത്തെ നമ്മളുടെ സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു SL തന്നിട്ടാണ് നെക്സ്റ്റ് പ്രൈസ് മൂവ് ചെയ്തത്. അതേപോലെ തന്നെയാണ് പ്രൈസ് എടുത്തത്. അപ്പൊ ചില ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ പറഞ്ഞാൽ തലേ ദിവസത്തെ അതേ മൂവ്മെന്റ് കണ്ടുകൊണ്ട് തന്നെയാണ് പ്രീവിയസ് ദിവസത്തെ മൂവ്മെന്റ് നോക്കി തന്നെയാണ് ആ ഒരു ട്രേഡ് എടുത്തത്. അങ്ങനെ എടുത്ത ആൾക്കാരും ഉണ്ട്. വളരെയധികം സന്തോഷം. ആ ഒരു ട്രേഡിലും മിക്ക ആളുകൾക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടി. ഇന്റേണൽ എടുത്തിട്ട് ഈ ഒരു മൂവ്മെന്റിൽ നല്ല ട്രേഡ് എടുത്ത ആൾക്കാരുണ്ട്. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഇത് വരച്ചിട്ടേക്കണം, ഈ ഒരു പൊസിഷൻ വരച്ചിട്ടേക്കണം, അതിൽ നോക്കിയിട്ട് ട്രേഡ് എടുത്ത ആളുകളുണ്ട്. ഈ ഒരു മൂവ്മെന്റ് 15 മിനിറ്റിലൊക്കെ പോയി 1 അവറിലൊക്കെ പോയി സിംഗിൾ ക്യാൻഡിൽ നോക്കി നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു. പ്രീവിയസ് ലോ തന്നെ ട്രേഡ് എടുത്ത് മാറിയ ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ നല്ല ട്രേഡുകളായിരുന്നു. പരമാവധി സെല്ല് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. പ്രൈസ് ബുള്ളിഷാണെന്ന് പറയുന്നത് കൊണ്ടാണ് പല ആൾക്കാരും ബിയറിഷ് ആണെന്ന് പറയാനായിട്ട് വലിയ പുൾ ബാക്ക്, വലിയ കൺഫർമേഷൻ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഇനി പ്രൈസ് ഇവിടെ നിന്ന് മൂവ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രൈസ് ഈ ഒരു 15 മിനിറ്റിന്റെ ഒരു OB ഉണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ, ഇവിടെ നിന്ന് മാത്രമാണ് നിങ്ങളോട് ഞാൻ സെല്ല് എടുക്കാൻ പറയുന്നത്. അവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് സെല്ല് നോക്കാവുന്നതാണ്. 15 മിനിറ്റിന്റെ ഒരു OB ഇവിടെ ഉണ്ട്. ഈ ഒരു OBയിൽ നിന്ന് കൺഫർമേഷൻ കിട്ടണമെങ്കിൽ അവിടെ നിന്ന് സെല്ല് എടുക്കുക. അത് ചിലപ്പോൾ ഒരു 3-4 ടാർഗറ്റ് ആയിട്ട് പ്രൈസ് ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ പ്രൈസ് ഇനി ഒന്ന് ഈ ഒരു OB, അതായത് നമ്മുടെ ഡേയുടെ വീക്ക് OB ഫെയിൽ ആയാലും പ്രൈസ് താഴേക്ക് വന്നു കഴിയുമ്പോൾ പതിയെ വരുവുള്ളൂ. വലിയ മൂവ്മെന്റ് പ്രതീക്ഷിക്കേണ്ട. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറിയതുപോലെ പ്രതീക്ഷിച്ചാൽ മതി. ചിലപ്പോൾ പെട്ടെന്ന് വരാം. പക്ഷെ ഞാൻ പറയണ മൾട്ടിപ്പിൾ ടാർഗറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക. ഇവിടെ നിന്ന് മാത്രം നിങ്ങളൊരു സെല്ല് നോക്കുക. അതുപോലെ ഇങ്ങോട്ട് പ്രൈസ് മൂവ് ചെയ്യുന്നതൊക്കെ ബൈ നോക്കുക. ചിലപ്പോൾ ഇവിടെ നിന്ന് ചിലപ്പോൾ പ്രൈസ് വേണ്ടത്ര ലിക്വിഡിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യാം, ഈ ഒരു മൂവ്മെന്റ് ഇനി മേളിലേക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പ്രൈസ് താഴേക്ക് പോരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് മാത്രം നിങ്ങൾ ഈ 15 മിനിറ്റിന്റെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ നോക്കണ്ട. ഇവിടെ നിന്ന് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒരു സെല്ല് നോക്കുക. ഒരുപാട് റിസ്ക് ഇടരുത്. എല്ലാ ട്രേഡിനെയും സെയിം പോലെ കാണുക. ചില ആൾക്കാരുടെ ഹിസ്റ്ററി കാണുമ്പോൾ അറിയാം, ചില ട്രേഡുകളിൽ നിങ്ങൾ നോർമലായിട്ട് ചില ട്രേഡിൽ കൊണ്ട് വലിയ റിസ്ക് വെച്ചേക്കാൻ, അതും കൗണ്ടർ ട്രേഡിനൊക്കെയാണ്. ഒരു ആവശ്യമില്ല. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. അത് ബിഗിനേഴ്സ് ആണ് പലപ്പോഴും ഇങ്ങനെയുള്ള പണികൾ ഒപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഇമോഷൻസ് ആണ്. നമ്മൾ നോക്കുക, നമ്മളുടെ ട്രേഡിൽ എവിടെയെങ്കിലും കൂടുതൽ പ്രോഫിറ്റ് കാണണമെങ്കിൽ അത് നമ്മുടെ ഇമോഷൻസ് ആണ്. ലോസ് വരുന്നത് നമ്മുടെ ഇമോഷൻസ് ആണ്. നമ്മൾ പഠിച്ച രീതിയിൽ വ്യക്തമായിട്ടുള്ള നമ്മുടെ ട്രേഡ് മാനേജ്മെന്റ് ബ്രേക്ക് ആകാതെ കറക്റ്റ് ആയിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഇടക്കിടക്ക് നിർത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ത്രോട്ട് ഇഷ്യൂസ് ഉണ്ട്. കഴിഞ്ഞ ആഴ്ച എല്ലാവർക്കും അറിയാം. അത് നല്ല രീതിയിൽ ഇപ്പം ഉണ്ട്. സൗണ്ട് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്, എന്നാലും നല്ല ത്രോട്ട് ഇഷ്യൂസ് ഉണ്ട്. ഒന്നാമത് നമുക്ക് GBP/USDയിലേക്ക് വരാം. GBP/USDയിൽ നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച ഒരു ട്രേഡ് പറഞ്ഞിരുന്നു. ആ സ്ഥലത്ത് നിന്ന് പ്രൈസ് പലവട്ടം മൂവ് ചെയ്തു. പല ആളുകളും ഞാനത് എങ്ങനെയാണ് അത് മാനേജ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പം മന്ത് ഓൾറെഡി തുടങ്ങി. പ്രൈസ് ഒരു ബുള്ളിഷിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് GBP/USD ബിയറിഷ് ആണ്. അതിപ്പോഴും ബിയറിഷ് സ്ട്രക്ചർ തന്നെയാണ്. അപ്പൊ ബൈയിലേക്ക് നമ്മളൊരു എൻട്രി എടുക്കുമ്പോൾ വലിയ മൂവ്മെന്റ് കിട്ടണമെന്നില്ല. മനസ്സിലായോ? അതുകൊണ്ട് വീക്കും ബിയറിഷിലാണ്. കഴിഞ്ഞ വീക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബിയറിഷ് ആണ്. അതിന് മുമ്പത്തെ വീക്കാണ് ബുള്ളിഷ്. ഡെയിലി നോക്കിക്കഴിഞ്ഞാൽ അറിയാം പ്രൈസ് എല്ലാം ബുള്ളിഷാണ്. പ്രൈസ് ഇനിയും പ്രൈസ് മേളിലേക്ക് തന്നെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഇന്റേണൽ ഒരു ഐഡിയും പ്രൈസ് എടുത്തിട്ടുണ്ട് ഒരു IFC ക്യാൻഡിൽ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങോട്ട് ബൈ വീണ്ടും നോക്കാവുന്നതാണ്. നമ്മൾ ഇവിടെ നിന്നാണ് ആ ബൈ നോക്കിയത് അല്ലെ. നമുക്ക് 4 അവറിന്റെ സ്ട്രക്ചറിലേക്ക് വരാം. 4 അവറിന്റെ സ്ട്രക്ചറിൽ നിന്നാണ് നമ്മൾ ഈ എൻട്രി എടുക്കാൻ നോക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഞാനും എൻട്രി എടുത്തു. സെക്കൻഡ് ഞാൻ വീണ്ടും എൻട്രി എടുത്തു. എനിക്ക് എന്റെ SL കണ്ടു കഴിഞ്ഞാൽ അറിയാം. എന്റെ BNL അടുത്ത എൻട്രി എടുത്തു. ബ്രേക്ക് ഈവൻ വെറുതെ സിംഗ് ട്രേഡ് ചെയ്യുന്ന അക്കൗണ്ടിൽ വെറുതെ ബ്രേക്ക് ഈവൻ അടിച്ചോണം. 1 രൂപ പോലും എനിക്ക് കിട്ടിയില്ല. എന്നാൽ ചെറിയ ലോസും വന്നിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, ഇവിടെ നമുക്ക് വീണ്ടും ആദ്യം നമുക്ക് നോക്കിയേ ഈ ഓർഡർ ബ്ലോക്ക് ബ്രേക്ക് ആയിട്ടില്ല. വിക് ബ്രേക്കാ. വീണ്ടും നടന്നത് നോക്കിയേ വിക് ബ്രേക്കാ അല്ലെ. അപ്പൊ ഈ വിക് ബ്രേക്ക് നടത്തി കഴിക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഇവിടെ നിന്ന് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ സെക്ഷൻ ചെയ്യുന്നോ അല്ലെങ്കിൽ 15 മിനിറ്റ് ഇന്റേണൽ സ്ട്രക്ചർ ചെയ്യുന്നോ നിങ്ങൾക്ക് 1 അവർ ചെയ്യുന്നോ നിങ്ങൾക്ക് സുഖമായിട്ട് അവിടെ നിന്ന് എൻട്രി എടുക്കുക. എന്ന് വെച്ചാൽ ആ OB ഇപ്പോഴും ഫെയിൽ ആയിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ 1 അവറിന്റെ വെച്ച് നോക്കിയ ഒരു IFC ക്യാൻഡിൽ ബോഡി ബ്രേക്ക് ചെയ്തു. പ്രൈസ് അവിടെ നിന്നാണ് മൂവ് ചെയ്തു പോയത്. അപ്പൊ അത് സെയിം ടൈമിൽ തന്നെയാണ് നമ്മുടെ ആ ഒരു ന്യൂസിന്റെ സമയത്ത് തന്നെയാണ് അല്ലെങ്കിൽ പ്രൈസ് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് പോയേക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നോക്കിയ പ്രൈസ് വീണ്ടും ബ്രേക്ക് ചെയ്തു പോയി. ഇവിടെ ബോഡി ബ്രേക്ക് ചെയ്തു. എനിക്കൊന്നും ഇവിടെ ഒന്നും ഹിറ്റ് ചെയ്തില്ല എന്ന് തോന്നുന്നു.
അപ്പൊ അത് പോണെങ്കിൽ പോട്ടെ, ഇനി പ്രൈസ് തിരിച്ചു വരുന്നെങ്കിൽ എടുക്കാതിരിക്കും, എനിക്ക് അത്രമേ പറയാനുള്ളൂ. ലോ പ്രൈസ് ഇവിടെ നിന്ന് മേളിലേക്ക് പോയി ഇവിടെ ഒരു സെക്ഷന്റെ പ്രീവിയസ് ഡേയുടെ ലോയൊക്കെ സീപ്പ് ചെയ്യണമെങ്കിൽ ബൈ നോക്കുക. ഇവിടം വരെ നമുക്ക് ഇവിടം വരെ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എടുക്കുന്ന എൻട്രി ഇവിടം വരെ ലോങ് ടൈം ഹോൾഡ് ചെയ്യരുത്. ഇവിടെ നിന്ന് എടുക്കുന്ന ട്രേഡ് ഇവിടുത്തെ ടാർഗറ്റ് തന്നെ വെക്കുക. നെക്സ്റ്റ് അടുത്ത ദിവസം കിട്ടണമെങ്കിൽ അങ്ങനെ എടുക്കുക. എന്തെങ്കിലും ഹോൾഡ് ചെയ്യണമെങ്കിൽ ഒരു 25% ഇങ്ങനെയുള്ള ട്രേഡുകളൊക്കെ ഹോൾഡ് ചെയ്യുമ്പോൾ 25 എന്താ വെച്ചാൽ നമ്മൾ ഈ POയിൽ നിന്നല്ല എടുത്തിരിക്കുന്നത്, ഇവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഹോൾഡ് ചെയ്യുന്ന വളരെ ശ്രദ്ധിച്ച് വേണം ഹോൾഡ് ചെയ്യാനായിട്ട്. നമുക്ക് ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് നോക്കാം. മന്ത് എടുത്തു കഴിഞ്ഞാൽ അതും സ്റ്റിൽ ഒരു ബുള്ളിഷിൽ കാണാൻ പറ്റും. പ്രീവിയസ് മന്തിന്റെ ഹൈ സീപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മൾ ഈ ഒരു എൻട്രി പറഞ്ഞ പ്രീവിയസ് മന്തിന്റെ ഹൈ സീപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു ഓർഡർ ബ്ലോക്കിലുണ്ട്. നമ്മൾ ആ എൻട്രിയും ട്രേഡ് ചെയ്ത് ഇപ്പോഴും ലൈവ് നിൽക്കുന്നുണ്ട്. എന്നാലും 1-2 ട്രേഡ് ചെയ്ത് നല്ല പ്രോഫിറ്റ് എനിക്ക് കിട്ടിയതാണ്. വീക്കിന്റെ ആണെങ്കിലും ഒരു ഹൈ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസ് ഡേയുടെ ഒരു ഇന്റേണൽ സ്ട്രക്ചറാണ്. നമ്മൾ മെയിൻ സ്ട്രക്ചർ ഒന്നും അല്ല ട്രേഡ് ചെയ്യണം. ഇന്റേണൽ സ്ട്രക്ചറൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഈ ലോ എടുക്കാം, ചിലപ്പോൾ ഇവിടം വരെ വരാം, അത്രയുമേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ ആ മൂവ്മെന്റ് തന്നെ എടുക്കുക. ഇവിടെ നോക്കി ഈ ഡേയുടെ ലോ എടുത്തിട്ടാണ് റിയാക്ട് ചെയ്തത്. എന്തുകൊണ്ട് ഈ ബൈ എടുക്കാൻ പറ്റില്ല? ബൈ നല്ല ബൈ ആയിരുന്നു, മനസ്സിലായോ? ഈ ലോ എടുത്തിട്ട് റിയാക്ട് ചെയ്തു. അപ്പൊ പ്രൈസ് ബുള്ളിഷ് അല്ല, ബിയറിഷ് ആണ്. പക്ഷെ ഇവിടെ നോക്കിക്കഴിയുമ്പോൾ കുറച്ച് ദിവസമായിട്ട് പ്രൈസ് ബുള്ളിഷ് ആണ്. അപ്പൊ ഈ ലോ വന്ന് ബ്രേക്ക് ചെയ്ത് അപ്പൊ നിങ്ങൾക്ക് ഈ ബൈ ഒന്ന് നോക്കാവുന്നതാണ്. ബിയറിഷിലേക്കാണെന്നുണ്ടെങ്കിലും പ്രൈസ് ഈ പറയുന്ന കറൻസിയൊക്കെ എപ്പോഴും നമ്മുടെ ഗോൾഡ് പോലെയല്ല, ഒരു റേഞ്ചിൽ നിന്നിട്ടായിരിക്കും പ്രൈസ് മൂവ് ചെയ്യുക. നമുക്കിവിടെ 4 ഹവറിന്റെ മെയിൻ എൻട്രി ഇതാണ്. 4 ഹവർ ഡേയുടെ ഇന്റേണൽ സ്ട്രക്ചർ 4 ഹവറിന്റെ മെയിൻ സ്ട്രക്ചർ ആയിരുന്നു. ഡേയുടെ ഇന്റേണൽ സ്ട്രക്ചർ വീക്കിന്റെ ഒരു മന്തിന്റെ ഹൈ എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഈ സെല്ല് എടുക്കുന്നത്. നല്ല സെല്ലായിരുന്നു അല്ലെ? കഴിഞ്ഞ 3-ാം തീയതി ഫ്രൈഡേ എടുത്ത ട്രേഡാണ്. പക്ഷെ പ്രൈസ് ഒന്ന് തിരിച്ചു വന്നു. നമുക്ക് മൺഡേ ട്യൂസ്ഡേ വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി തന്നു. അതിനുശേഷം നമുക്ക് വീണ്ടും ഓപ്പർച്യൂണിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ 1 ഹവറിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. 1 ഹവർ പ്രൈസ് ഇവിടെ വന്നു, 1 ഹവറിന്റെ ഐഡിയം എടുത്തു, എന്നിട്ടാണ് പ്രൈസ് ഇവിടെ നിന്ന് മൂവ് ചെയ്തേക്കുന്നത്. നമുക്ക് 50 മിനിറ്റിലേക്ക് വരാം. അപ്പൊ നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ ബാക്കിയെടുത്ത എൻട്രികളും നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു എൻട്രിയാണ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചാൽ. പക്ഷെ നമ്മൾ ഈ ഒരു എൻട്രി സിംഗ് ട്രേഡിൽ ഹോൾഡ് ചെയ്ത് ഇപ്പോഴും ലൈവ് ഹോൾഡിങ് നടക്കുന്നുണ്ട് കേട്ടോ. ഇത് നെക്സ്റ്റ് ഇവിടെ വന്നു. ഞാൻ ഈ ഒരു ലോ തന്നെ എടുത്തു, ടാർഗറ്റ് വെച്ച് ഒരു ട്രേഡിൽ നമ്മൾ അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടി. ഇവിടെയും നമ്മൾ നെക്സ്റ്റ് ഒരു എൻട്രി കിട്ടിയായിരുന്നു. ഈ എൻട്രി നമ്മൾ എന്ത് ചെയ്തു എടുത്തു, പ്രോഫിറ്റ് എടുത്ത ട്രേഡുകളാണ് ഇതൊക്കെ. നോക്കിയേ, ഇതൊക്കെ സെക്ഷന്റെ ആണ്. നോക്കിയേ, ഉണ്ടോ? ഇതിൻ്റെയൊക്കെ നല്ല സെക്ഷൻ, നല്ല എൻട്രികൾ നമുക്ക് കിട്ടിയത്. ആ എൻട്രി നമുക്ക് കിട്ടി. ഈ 2 എൻട്രി മതി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രേഡിൽ നല്ല പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിൽ. സിംഗ് ട്രേഡ് അങ്ങനെയാണ്. സിംഗ് ട്രേഡ് നമ്മൾ മറന്നേക്കണം. നമ്മൾ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ടാർഗറ്റ് വെക്കുക. അതേപോലെ നമുക്ക് ഡേ ട്രേഡിങ്ങിൽ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടല്ലോ. ചിലപ്പോൾ ഇത് TP അടിക്കാം, ചിലപ്പോൾ ഇത് താഴേക്ക് വരാം, പറയാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ കറൻസിയാണ്. നമ്മൾ ഗോൾഡ് എടുക്കുന്നത് പോലെയുള്ള മൂവ്മെന്റ് ഒന്നും നമ്മൾക്ക് ഇതിൽ കിട്ടില്ല. അപ്പൊ വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീണ്ടും പ്രൈസ് അങ്ങോട്ട് തന്നെ പോകാനുള്ള സാധ്യതയാണ്. സെക്ഷന്റെ ഇതെല്ലാം മഞ്ഞനും കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യുക, ട്രേഡ് എടുത്ത് ആ ഒരു മൂവ്മെന്റിലേക്ക് മാത്രം ട്രേഡ് എടുക്കുക. അപ്പൊ യൂറോ USDയിലേക്ക് വന്നു കഴിഞ്ഞാലും പ്രൈസ് മന്ത് ബുള്ളിഷാണ്, വീക്ക് ചെറിയൊരു ബുള്ളിഷിലാണ്. ഒരു ഡോജി ക്യാൻഡിൽ പോലെ ഇൻസൈഡ് ക്യാൻഡിലാണ് ഉണ്ടായിരിക്കുന്നത്. 4 ആഴ്ചയായിട്ട് ഗോൾഡ് ബുള്ളിഷാണ്. ഏകദേശം അതിന്റെ കത്തിക്കൽ കഴിഞ്ഞു. പ്രൈസ് ബുള്ളിഷിലേക്ക് വന്നത്. ഇനി പ്രൈസ് ചിലപ്പോൾ ബിയർഷിലേക്ക് വരാം. നോക്കിയാൽ നമുക്ക് ഡേയുടെ നോക്കി കഴിയുമ്പോഴത്തേക്കും പ്രൈസ് ഒരു ഹൈയിലേക്ക് തന്നെ, പക്ഷെ ഒരു പതിയെ പോണത്. ഇപ്പൊ നോക്കിയ ഫസ്റ്റ് ഡേ ഉണ്ടായി 1, 2, 3 3 ദിവസം അതിന്റെ ഇൻസൈഡ് ആണ്. നമുക്ക് കഴിഞ്ഞ ആഴ്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈഡേ ഉണ്ടായ ക്യാൻഡിലിന്റെ ഒരു ഇൻസൈഡ് ഒക്കെ തന്നെയാണ് ഇത് മൂവ് ചെയ്തത്. ഇതൊന്നും ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഒരു ബൈ നോക്കാമായിരുന്നു. പ്രൈസ് കുറച്ച് ആയിട്ട് ബുള്ളിഷ് അല്ലേ. അപ്പൊ ഈ ലോ സീപ്പ് ചെയ്തപ്പോൾ ഈ ഒരു ബൈ എടുക്കാമായിരുന്നതായിരുന്നു. ഞാൻ GBPയുടെ പറഞ്ഞതുപോലെ തന്നെ ഇത് നോക്കാമായിരുന്നു. വെച്ചാൽ 2 സൈഡിലേക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരു സൈഡിലേക്ക് മാത്രം നോക്കുമ്പോഴാണ് കറൻസിയിലേക്ക് നമുക്ക് ഹോൾഡ് ചെയ്യുമ്പോൾ ഇത് വരുന്നത്. നമുക്ക് ഗോൾഡിലാണ് ഞാൻ ഒരു സൈഡിലേക്ക് മാത്രം നോക്കാൻ പറയുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുത്ത് മാറാവുന്നതാണ്. നിങ്ങൾക്ക് 4 അവർ വന്നെയാണെങ്കിൽ 4 അവറിലേക്ക് ഇങ്ങോട്ട് വന്നെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സെല്ല് നോക്കാവുന്നതാണ്. 1 അവറിലേക്കാണ് വന്നെങ്കിൽ ഓൾറെഡി 1 അവറിന്റെ ഒരു ഡിമാൻഡ് ഓബിയിൽ നിന്നാണ് പ്രൈസ് പോയിരിക്കുന്നത്. 1 അവറിന്റെ ഐഡിയം എടുത്തു. പ്രൈസ് ആ ഒരു മൂവ്മെന്റിൽ തന്നെയാണ് പ്രൈസ് പോയത്. പ്രീവിയസ് ഡേയുടെ ലോ എടുത്തു. 1 അവറിന്റെ ഐഡിയമിൽ പ്രൈസ് വന്നു. നല്ല 1 അവറിന്റെ ഐഡിയമിലായിരുന്നു ഓൾറെഡി, 1 അവറിന്റെ ഡിമാൻഡ് സോണിലായിരുന്നു പ്രൈസ് നിന്നയിച്ചത്. പക്ഷെ ഈ ഒരു ബുള്ളിഷ് ഓബിയിൽ നിന്ന് വീണ്ടും പ്രൈസ് പോയി. പക്ഷെ ഒരിക്കലും നമ്മുടെ
OB ബ്രേക്ക് ആയിട്ടില്ല. അപ്പൊ ഇതിങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും നിങ്ങൾക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എൻട്രി നോക്കാവുന്നതാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു ഗ്യാപ്പിലാണ് പ്രൈസ് മൂവ് ചെയ്തേക്കണേന്ന് തോന്നുന്നു. അത് തന്നെ, ഈ ഒരു ഗ്യാപ്പിലാണ് പ്രൈസ് മൂവ് ചെയ്തേക്കുന്നത്. മിസ്സായെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറയണത് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതിൽ. പിന്നെ മൂവ്മെന്റ് ഇല്ല, ആ ഒരു സമയത്തുണ്ടായി. ഇപ്പൊ നമ്മള് വെനസ്ഡേ ഇതൊക്കെ എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ പ്രൈസ് നമ്മൾ മൺഡേ ഇവിടെ ആയിരുന്നു, ഫ്രൈഡേ പ്രൈസ് ക്ലോസ് ചെയ്തപ്പോൾ ഇവിടെ നിൽക്കണായിരുന്നു. നമ്മുടെ ഈ ഐഡിയം എടുക്കാനായിട്ട് പ്രൈസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു മൺഡേതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏഷ്യന്റെ ഹൈ ഇവിടെ സ്വീപ്പ് ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഈ സെല്ല് നോക്കായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു OBയിലേക്ക് പ്രൈസ് എത്തി. ഈ OBയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് രണ്ട് രീതിയിൽ ബൈ ഓർഡേഴ്സ് എടുക്കായിരുന്നു. ഒന്ന് നിങ്ങളുടെ 1 അവറിന്റെ 5 മിനിറ്റ് പോയിട്ട് എടുക്കുക. അല്ലാതെ നിങ്ങൾക്ക് ഏഷ്യന്റെ ലോ ലണ്ടൻ വന്ന് ലിക്വിഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ധൈര്യമായിട്ടുണ്ട് ടാർഗറ്റ് കിട്ടി. മനസ്സിലായി? അപ്പൊ ഈ ഒരു ബൈയും ഈ ഒരു സെല്ലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നോക്കാം. അതിനുശേഷം നിങ്ങൾ നോക്കിയേ, ഏഷ്യൻ കഴിഞ്ഞു, ലണ്ടൻ വന്നു. ലണ്ടൻ നിങ്ങൾ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രീവിയസ് ഹൈ നിങ്ങൾക്ക് ടാർജറ്റ് 5 മിനിറ്റ് ഇപ്പോൾ പ്രീവിയസ് ഹൈ ടാർജറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായോ? എന്നിട്ടാണ് ബ്രേക്ക് ചെയ്യാൻ അടിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഗ്യാപ്പിൽ നിന്നാണ് എടുക്കാതിരിക്കുക. ഞാൻ എടുക്കാറില്ല ഇപ്പൊ. അപ്പൊ അത്രയും ചെറിയ ചെറിയ ട്രേഡുകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് നഷ്ടം വരാതെ ഒരു എനിക്കൊന്നും 19 വിപ്പൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അതിൽ കൂടുതൽ ഒന്നും കിട്ടിയല്ല. ഇതിനെ സംബന്ധിച്ച് നോക്കിയാൽ 50 വിപ്പ് എന്ന് പറഞ്ഞാൽ വലിയ മൂവ്മെന്റാ. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഒരാഴ്ചയിൽ മൂവ് ചെയ്തേക്കണ മൂവ്മെന്റ് നോക്കിയേ, വളരെ ചെറിയ മൂവ്മെന്റ് ആണ് ഇതിലൊക്കെ 5 വിപ്പ് 10 വിപ്പൊക്കെയാണ് കണ്ടത്. ആകെ കിട്ടിയേക്കണത് ഒരു 60 വിപ്പ് മൂവ്മെന്റാണ്. ഈ 60 വിപ്പ് മൂവ്മെന്റിൽ 50 വിപ്പ് ഒരാഴ്ചയെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. എന്നാൽ വലിയ റിസ്ക് ഇല്ലാതെ സുഖമായിട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുത്ത് മാറാവുന്ന സെറ്റപ്പുകളുണ്ട്. അപ്പോൾ ഗോൾഡിന് എനിക്കിത് പറയാനുള്ള, ഗോൾഡ് ബുള്ളിഷ് ആണ്. മറ്റേത് രണ്ട് സൈഡിലേക്ക് നോക്കുമ്പോൾ ഗോൾഡ് വൺ സൈഡ് മാത്രം നോക്കുന്നതാണ് നല്ലത്. രണ്ട് സൈഡിലേക്ക് നോക്കാതിരിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞ 50 മിനിറ്റിന്റെ OBയിൽ നിന്ന് നോക്കുക. പിന്നെ ബാക്കിയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഒന്നാമത് ആകെ ടയേർഡാണ്, അതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാത്തത്. അപ്പോൾ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെന്റർഷിപ്പ് ഗ്രൂപ്പ് ഞാൻ ഇറക്കുന്നതാണ്. അപ്പൊ എല്ലാവരും റെഗുലറി പ്രോഫിറ്റ് പോകുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമാണ്. ഈ വീക്കിൽ മിക്ക ആളുകളും ചോദിക്കാതെ തന്നെ ഒരുപാട് പേര് എനിക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. അവർ കറക്റ്റായിട്ട് പ്രോഫിറ്റിൽ തന്നെ പോകുന്നത്. അവർക്കൊരു കറക്റ്റായിട്ടുള്ള സിസ്റ്റം ബിൽഡപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം. അപ്പോൾ എന്തായാലും അടുത്ത വീക്കും എല്ലാവരും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.